ശ്വേതാ മേനോന് എതിരായ പരാതി ഗൂഢാലോചനയെന്ന് ആരോപണം. ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി എഫ്ഐആർ റദ്ദാക്കണമെന്നും അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശ്വേതാ മേനോൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു എന്നതാണ്. ഈ എഫ്ഐആർ റദ്ദാക്കണം, അടിയന്തരമായി ഇന്ന് തന്നെ ഹർജി പരിഗണിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരമായിരുന്നല്ലോ പോലീസ് കേസ് എടുത്തത് നേരത്തെ ഈ വിഷയത്തിൽ, അല്ലേ? മനു, തീർച്ചയായും. അതായത് കോടതി നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തത്. കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാരനായ മാർട്ടിൻ അദ്ദേഹം ആദ്യം എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി. അതിനുശേഷം കോടതിയിലേക്ക് പോയി കോടതിയിൽ നിന്ന് വിധി വാങ്ങി, അല്ലെങ്കിൽ കോടതിയെ കൊണ്ട് നിർദ്ദേശം നൽകി എന്നതാണ്. അതായത് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് പോയാൽ സ്വാഭാവികമായും ഒരു പരാതി കോടതിയിലെത്തുന്നത്, അതായത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി, ആ പരാതി പോലീസ് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് എത്തുന്ന ഒരു ഹർജിയിൽ കോടതിക്ക് സ്വാഭാവികമായും പോലീസിനോട് പറയാനുള്ളത്, കാരണം ഈ പരാതിയുടെ ഈ യാഥാർത്ഥ്യങ്ങൾ, ഇതിൻ്റെ ഒരു സാങ്കേതിക വശങ്ങളോ, കാരണം ഇത് IT ആക്റ്റൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിനോട് അത്തരം കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഇലക്ട്രോണിക് സംവിധാനമൊന്നും നിലവിൽ കോടതിയിൽ പെട്ടെന്നൊരു ഹർജിയുമായി ചെല്ലുമ്പോൾ സ്വാഭാവികമായി ഒരു ജില്ലാ കോടതിയിൽ അതുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കോടതി പോലീസിനോട് നിർദ്ദേശം നൽകിയത്, നിങ്ങൾ ഈ പരാതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല, ഈ പരാതി പരിഗണിച്ച് അതിൽ വിശദമായ അന്വേഷണം നടത്തി ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയത്. സ്വാഭാവികമായും കോടതിയിൽ നിന്നൊരു നിർദ്ദേശം പോലീസിന് ലഭിക്കുമ്പോൾ പോലീസിന് പ്രാഥമിക അന്വേഷണം പോലും നടത്തേണ്ടതില്ല. കോടതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതും അതിൽ അന്വേഷണം തുടരുന്നുണ്ട്. ഇക്കാര്യം നേരത്തെ നമ്മളോട് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഒരുപാട് അലിഗേഷൻസ് ഈ പരാതിക്കാരൻ അതിൽ പറയുന്നുണ്ട്. 25 വർഷം മുൻപ് അഭിനയിച്ച പരസ്യചിത്രമോ സിനിമയോ മുതൽ അടുത്ത കാലത്ത് വരെ അഭിനയിച്ച സിനിമകളെക്കുറിച്ചുള്ള പരാമർശങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. ഈ പരാതികളും ആരോപണങ്ങളും നിലനിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ് എന്ന് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തു. ആ ഒരു അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൽ വലിയ പ്രതിഷേധം സിനിമാ ലോകത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ ശ്വേതാ മേനോന് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ രണ്ട് വിഭാഗം സിനിമയ്ക്കകത്തും പുറത്തുമുണ്ട്. രാവിലെ നടൻ രവീന്ദ്രൻ പ്രതികരിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. മേഖലയിൽ നിന്നുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ട്.